ഹലോ, അപ്പോൾ ഞങ്ങൾ ലോബിയിലാണ്. ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ഹോട്ടലിൽ നിന്ന് വിഷമത്തോടു കൂടിയാണ്. കാരണം ഇവിടുത്തെ ആ ഒരു ത്രില്ല് അങ്ങനെയല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ആളുകളൊന്ന് പരിചയപ്പെടുത്താം. ഇവരാണ് ഞാൻ പറഞ്ഞ ആളുകൾ. ഇവർ ഈ ബിസിനസ് ഇവരൊക്കെ നമ്മുടെ മലേഷ്യൻ ട്രിപ്പിലേക്ക് നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ട് വന്നതാണ്. മാഡം എന്താ പേരെന്തായിരുന്നു? എൻ്റെ പേര് ദേവി. ഞാൻ സ്ഥലം കേരള. എത്രയായി മോഡിക്കലേക്ക് വന്നിട്ട്? ഞാൻ വന്നിട്ട് 12 വർഷമായി. 12 വർഷം. എത്രാമത്തെ ട്രിപ്പാ? മോഡിക്കേറിൽ 4ാമത്തെ ട്രിപ്പ്. 4ാമത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ്. എവിടേക്ക് പോയത് ഇതിനു മുമ്പ്? തായ്ലൻഡ് 2 പ്രാവശ്യം പോയി. സിംഗപ്പൂര് ആയി പൈസ വാങ്ങി. ഇതിന്റെ മലേഷ്യ വന്നു. അടിപൊളി ട്രിപ്പ്, നല്ല ഫാന്റാസ്റ്റിക്. ഇതുപോലെ ഇനി ഒരു പുതിയ ഒരാൾ നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ അവരോട് എന്താ പറയാനുള്ളത്? അവരോട് നമ്മുടെ അനുഭവം ഷെയർ ചെയ്യും. നമ്മൾ ഈ എൻജോയ് ചെയ്തതൊക്കെ പുതിയ ആൾക്കാരോട് പറയും. അത് പറഞ്ഞിട്ടാണ് ഇത്രയും കൊല്ലം പിടിച്ചു നിന്നത്. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് സൂപ്പറാണ്. എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ പിന്നെ കാസർഗോഡ് കേരളയാണ്. പിന്നെ ഞാൻ ഇതിൽ വന്നിട്ട് ഒരു 6 വർഷമായി. അത് ശരിക്കും എൻജോയ് ചെയ്തു. ഇതാണ് ആദ്യത്തെ പിന്നെ വിദേശ യാത്ര. അതുകൊണ്ട് ഇതിൽ വന്ന് പിന്നെ ഞാൻ കാണാത്ത രാജ്യങ്ങളില്ലാന്ന് തന്നെ പറയാൻ. വിദേശത്ത് പോയതല്ല, കുറേ പോയിരുന്നു ഞാൻ. ഫസ്റ്റ് അത് ഇനിയും കാണാനല്ലോ ഭാഗ്യം ഉണ്ടാവട്ടെ. അടുത്ത പ്രാവശ്യം കഴിയുന്നത്ര പേരെ ഞാൻ കൊണ്ടുവരും. അത് പിന്നെ നല്ലൊരു അടിപൊളി ഒരു ഇതാണ്, പറയാൻ കഴിയുന്നില്ല. എന്താ വാക്കുകളില്ല. അതെല്ലാം എൻജോയ് ചെയ്യും. മാഡം പ്ലീസ്. എൻ്റെ പേര് ശൈലജ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നത്. ഞാൻ വന്നിട്ട് 2 വർഷമായി. ഞാൻ ഇപ്പം കൊടൈക്കനാൽ 2 വർഷം കൊണ്ട് നിങ്ങൾ ഇന്റർനാഷണൽ ട്രിപ്പ് അടിച്ചു ഓൾറെഡി. അതിന് മുമ്പ് കൊടൈക്കനാൽ പോയി. അല്ലാതെ തന്നെ എറണാകുളം അങ്ങനെ ഞങ്ങൾ വണ്ടർ ട്രിപ്പ് വെക്കും. അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ അടിച്ചു പൊളിക്കലെന്ന്. പിന്നെ എനിക്ക് ശാരീരികമായിട്ട് വലിയ അസുഖം ഉണ്ടായിരുന്നു. തല മുതൽ കാല് വരെ ഉള്ള ഒരു പിന്നെ വേദനയും ഇതെല്ലാം ഉണ്ടായിരുന്നു. അത് ഇതിൽ വന്ന വെൽ പ്രൊഡക്റ്റ്. പിന്നെ ഗ്ലൂക്കോസാമിന, പിന്നെ ഇത് നമ്മളെ കാൽസ്യം, പിന്നെ ജിൻസനെ പറഞ്ഞറിയിക്കാനാവാത്ത. അത് ശരിക്കും പറയുകയാണെങ്കിൽ വെൽ പ്രൊഡക്റ്റ് രാജാവാണ്. വെൽ പ്രൊഡക്ട്സിലെ രാജാവാണ് ജിൻസൺ എന്നാണ് കേട്ടോ മാഡം പറയുന്നത്. കാല് മുതൽ മുകളിൽ വരെ മുഴുവനും വേദനകളായിരുന്നു. അവിടെയാണ് മാഡം അതിൽ നിന്ന് റിക്കവർ ആയാണ്. സന്തോഷമുണ്ട്. പിന്നെ വെച്ചാൽ രോഗിയായി കിടക്കേണ്ടത് നമ്മളെ വീട്ടമ്മയായിട്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഞാൻ ഇന്നിപ്പം മോഡിക്കലിലേക്ക് വന്ന് വെച്ചാൽ നല്ലൊരു അച്ചീവ്മെൻറ്റ് കവർ ചെയ്ത്, എക്സിക്യൂട്ടീവ് അച്ചീവ്മെൻറ്റ് കവർ ചെയ്ത് ഇൻ്റർനാഷണൽ ട്രിപ്പിൽ വന്ന് പിന്നെ ഒരു ആളെ പിന്നെ ഇവിടെ ഗോവ ട്രിപ്പിനും കൂടി അച്ചീവ് ആക്കി. പിന്നെ മോളെ ഡയറക്റ്റ് മാത്രമാക്കി. മോള് വരുന്നില്ല എന്നതുകൊണ്ട് അങ്ങനെ 2 പേര് ഡയറക്റ്റാക്കി എക്സിക്യൂട്ടീവായി. ഇനി എനക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേരെ മിനിമം ആലപ്പുഴയിലേക്ക് എംബ്രേസ് ട്രിപ്പ് അച്ചീവ് ചെയ്തിട്ട് ഒരാള് പിന്നെ ഓൾറെഡി അച്ചീവ് ചെയ്ത്. ഇനി മോളെയും പിന്നെ 2 ഫ്രണ്ട്സിന്. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ മാഡം ഇവിടെ ഒരാളും കൂടി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി ബസ്സിലൊക്കെ പരിചയപ്പെട്ടതായിരുന്നു. മാഡം ഒന്ന് പരിചയപ്പെടുത്തി. എൻ്റെ പേര് ലീല. ഞാൻ കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരാണ്. നമ്മൾ വേറെ ടീം. പിന്നെ അപ്പോൾ ഇതിൽ വന്നിട്ട് ഏകദേശം 9 വർഷമായി. അപ്പോൾ ഇതിൽ ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കാരം ആക്കി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അതായത് ഞാനൊരു കാറ് സ്വപ്നം കണ്ടിരുന്നു. എൻ്റെ സ്വന്തമായിട്ടൊരു കാറ് വേണമെന്ന് വിചാരിച്ചു. അത് മോഡിക്കലിലൂടെ കിട്ടി. ഫ്രോങ്സ്. അതുപോലെ ലാക്പതി മില്യണറാണ്. അപ്പൊ വിദേശ രാജ്യങ്ങളിൽ ഇത് 4ാമത്തെ ട്രിപ്പാണ്. അത് പട്ടായ, അതേപോലെ തായ്ലൻഡ്, ശ്രീലങ്ക. എല്ലാ ട്രിപ്പും ഏകദേശം ഒരേപോലെയാണോ അതോ എല്ലാ ട്രിപ്പും വ്യത്യസ്തതയുള്ള ഒരുപാട്. അതായത് നമ്മളെ പോലുള്ള ഒരു വീട്ടമ്മക്ക് ഇങ്ങനെയുള്ള ഒരു അവസരം ഇനി കിട്ടുമെന്ന് ചോദിക്കുമ്പോ അത് നമുക്ക് അല്ലെ, അത് എന്തായാലും കിട്ടൂല, അതറിയാം നമുക്ക്. ടൈറ്റില് പിന്നെ പ്ലാറ്റിനം. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇനിയും ഇപ്പൊ ഈ മാസം തന്നെ പറ്റുമെങ്കിൽ റെഡ് ഡയമണ്ട് ആവണമെന്നുണ്ട്. എന്തായാലും അത് നേടാൻ വേണ്ടിയിട്ട് എല്ലാ പ്രയത്നങ്ങളും ഉണ്ട്. എന്തായാലും മോദിക്കറിനെ സംബന്ധിച്ച് അല്ലേ, നമ്മളെ എത്ര നിർവചിക്കാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനമാണ് മോഡി കെയർ. അപ്പോൾ സമീർ മോദി സാറിന് എത്ര നന്ദി പറഞ്ഞാലും
മതിയാവില്ല. എന്തായാലും ശരിക്കും ഞാനും ഈ ട്രിപ്പിലാണ് സത്യത്തിൽ സമീർ മോഡി സാറി മോഡിക്കാനൊക്കെ അങ്ങനെ നമ്മൾ ഇതുവരെ വിചാരിച്ചൊന്നുമില്ല, അതിന്റെ അപ്പുറത്തേക്ക് കാണുന്നുള്ളത് മനസ്സിലാക്കിയത് ഞാൻ ഈ സമയത്താണ്. ഏതായാലും ഇന്റർനാഷണൽ ട്രിപ്പ് ഒരു സംഭവം തന്നെ, ഒന്നും പറയാതിരിക്കാൻ വയ്യ. ഏതായാലും പിന്നെ വേറെ എന്തൊക്കെയോ ഇങ്ങോട്ട് ചോദിക്കണമെന്നുണ്ടായിരുന്നു, ഒക്കെ കുറെ പോയി. പിന്നെ വീഡിയോ ലെങ്ത് ആയാലും ആരും കാണൂല, അതുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ എനിവേ താങ്ക് യു. ഒറ്റ കാര്യം കൂടി പറയും. അല്ല ഇതിപ്പം ഇതിൽ പറയാൻ പറ്റുന്ന അറിയില്ല, ഞാൻ വല്ല വ്യക്തിപരമായിട്ട് പറയാം. ഓക്കെ. അപ്പോൾ മാഡത്തിന് എന്നോട് എന്തോ പറയാനുണ്ട്, നമുക്ക് കേൾക്കാം. ദെൻ അപ്പോൾ പറഞ്ഞ പോലെ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.